ന്യൂസ് അപ്ഡേറ്റ്സ് വിശദമായി. പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ മാത്യു കുഴൽനാടൻ MLAയ്ക്കും നിരവധി പ്രവർത്തകർക്കും പരിക്കേറ്റു. സമരത്തിന്റെ തുടക്ക സമയത്ത് പ്രസംഗത്തിന് ശേഷം പെൺകുട്ടികൾ മാറി നിൽക്കുന്ന സമയത്താണ് വയറ്റിലേക്കും ചെവിയിലേക്കും ആവർത്തിച്ച് ജലപീരങ്കി അടിച്ചതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ പരിക്ക് പറ്റിയത്. അതിനുശേഷം വളഞ്ഞിട്ട് 4 സൈഡിലും പോലീസുകാർ വളഞ്ഞിട്ട് 4 സൈഡിലും ഒരാൾ മാറിപ്പോകാതെ സമരത്തിന്റെ ഭാഗമാവാൻ വന്ന പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ 5 മിനിറ്റ് ആകുന്നതിന് മുൻപ് 4 സൈഡ് മൊത്തം ഒരു സർക്കിള്, ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഉണ്ടാകും. അതിനിടെ പോലീസിന് നേരെ പ്രവർത്തകർ മുട്ടയെറിഞ്ഞു. മുട്ടയിൽ മുളക് പൊടിയും ഉണ്ടായിരുന്നു എന്നും ആരോപണമുണ്ട്. പോലീസിന് നേരെ ഗോലി എറിഞ്ഞും പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചു. അജിത്ത് എന്നാണ് പോലീസുകാരനാണ്. തിരുവനന്തപുരത്തും ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തലസ്ഥാന നഗരിയെ യുദ്ധക്കളമാക്കി മാറ്റിയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിന് പിന്നാലെയാണ് സമാന വിഷയം ഉന്നയിച്ചുകൊണ്ട് KSU സംസ്ഥാന കമ്മിറ്റിയും DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KPCC ആസ്ഥാനത്ത് നിന്ന് മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിലായിരുന്നു KSU പ്രവർത്തകർ DGP ഓഫീസിന് സമീപത്തേക്ക് എത്തിയത്. ആൽത്തറ ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്ത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. മാത്യു കുഴൽനാടൻ MLA ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കി. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചു. അതിനിടെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ മുട്ടയെറിയുകയും കമ്പുകൾ വലിച്ചെറിയുകയും ചെയ്തതോടെയാണ് സംയമനത്തിന്റെ പാത പിടിഞ്ഞ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജിലേക്ക് കടന്നത്. ശക്തമായ ലാത്തി ചാർജിൽ നിരവധി KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. വനിതാ പ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് കാലിനും തലയ്ക്കും ചെവിക്കും പരിക്കേറ്റത് എന്നാണ് KSU നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിൽ KSU നേതാവ് അമലിന്റെ പരിക്ക് സാരമുള്ളതാണ് എന്നും KPCC നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റതായാണ് വിവരം. അതിനിടയിൽ
CITU പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ ആൽത്തറ ജംഗ്ഷനിൽ നേർക്കുനേർ പോർ വിളിക്കുന്ന സാഹചര്യവുമുണ്ടായി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആൽത്തറ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ KSU പ്രവർത്തകർ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു CITU നേതാക്കളുമായുള്ള തർക്കം. പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തെത്തി നിരവധി തവണ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. എന്തായാലും തുടർച്ചയായി രണ്ടാം ദിവസമാണ് പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 23-ാം തീയതി KPCCയുടെ നേതൃത്വത്തിലും DGP ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതിപക്ഷ നേതാവ് തന്നെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കാനുള്ള നീക്കത്തിലാണ് യൂത്ത് കോൺഗ്രസും KSUവും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കും അടിക്കും അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള അവർ തന്നെ സ്വയം പ്രകോപിതരാകും. ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല. കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകുകയാണ്. അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവർ ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. VD സതീശനെതിരെ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. VD സതീശൻ ഡയലോഗ് അടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ കൈയടി കിട്ടാൻ വേണ്ടി മാത്രമാണ് സതീശന്റെ നീക്കമെന്നും റിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. വെറും ഡയലോഗാണെന്ന് ഇന്ന് പറയുന്നതല്ല നാളെ പറയുക, ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുക. വെറും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് മ്യൂസിക് ഇട്ട് ഡയലോഗ് പോകാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തയ്യാറാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. പക്വമായി പ്രവർത്തിക്കണ്ടേ. നവകേരള സദസ്സ് അതിൽ പങ്കെടുക്കണം എന്ന് ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? ആ നിലപാട് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ചാൻസലർ വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നത് പോലെ കേരളത്തിലും കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഇതിൽ സർക്കാരിനോടൊപ്പമാണ് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ജനപിന്തുണ കൂടിയില്ല. ഇങ്ങനെയുള്ള നിലപാടൊന്നും സ്വീകരിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി അന്ധമായ അധികാരക്കൊതി മൂത്തതിൻ്റെ ഭാഗമായി ഇനിയൊരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന നിരാശയുടെ ഭാഗമായി LDF സർക്കാരിനെതിരെ BJP ആഗ്രഹിക്കുന്നത് പോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് കേസെടുത്താലും ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. സഹി കെട്ടപ്പോഴാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതെന്നും VD സതീശൻ കോഴിക്കോട് പറഞ്ഞു. അപ്പൊ എല്ലായിടത്തും കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ നടന്ന അക്രമം നിങ്ങൾക്കറിയാം. രണ്ട് കാലുകളും ഇല്ലാത്ത നിലത്തുകൂടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭിന്നശേഷിക്കാരനായ അജിമോനെ വരെ ക്രൂരമായി മർദ്ദിച്ചു. ഞങ്ങളിത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹി കെട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. സഹി കെട്ടപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകം മുഴുവൻ കണ്ട് സഹി കെട്ടപ്പോഴാണ് പറഞ്ഞത്. കാരണം ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ്, ക്രൂരമായി ആക്രമിക്കുകയാണ്. മഹാരാജാവ് എഴുന്നള്ളുന്നത് പോലെ എഴുന്നള്ളാണ് മുഖ്യമന്ത്രി. ഒരാൾ കരിങ്കൊടി പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയാം. മാസപ്പടി കാലത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നാവ് ഉപ്പിലിട്ടിരിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ റിയാസിന് മാത്രമേ നോവൂ. പിണറായി വിജയനും സുരേന്ദ്രനും തമ്മിൽ ധാരണയാണ്. പിണറായി സഹായിച്ചില്ലെങ്കിൽ സുരേന്ദ്രൻ ജയിലിൽ കിടന്നേനെയെന്നും VD സതീശൻ പറഞ്ഞു. കാരണം മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. മിണ്ടിയിട്ടില്ല മാസപ്പടി വിവാദത്തെ പറ്റി. അദ്ദേഹം കൂടി ഇൻവോൾവ് ആണല്ലോ മാസപ്പടി വിവാദത്തിൽ. മിണ്ടിയിട്ടില്ല. അപ്പം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു എന്നോട് കണ്ണാടി നോക്കാൻ പറഞ്ഞു. ഞാൻ ലജ്ജ കൊണ്ട് തലകുനിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അപമാനകരമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റും. ഓരോരുത്തരുടെ ആത്മവിശ്വാസമല്ലേ. ബാക്കിയുള്ളവരാ വിലയിരുത്തേണ്ടത്. ഈ പൊതുമരാമത്ത് മന്ത്രി ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ
എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതിൻ്റെ പൂർവ്വകാല കഥകൾ മുഴുവൻ അറിയും. വണ്ടിപ്പെരിയാറിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഏറ്റുമുട്ടി. 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ വിധിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് പിന്നാലെയാണ് സംഘർഷം. മാർച്ച് അവസാനിപ്പിച്ച് മടങ്ങിയ യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പരസ്പരം കയ്യേറ്റം നടത്തിയ പ്രവർത്തകർ കല്ലേറും നടത്തി. തുടർന്ന് പോലീസ് ലാത്തി വീശി. ഇതേ തുടർന്ന് ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടയിലും സംഘർഷമുണ്ടായി. മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശുകയും ചെയ്തു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുകയാണ്. ഗവർണർക്കെതിരെ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. ഗവർണർ ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്നാരോപിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു. നിരന്തരമായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്ന ഗവർണറുടെ വാർത്താക്കുറിപ്പിനെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ട സർക്കാർ അപകടം മുൻകൂട്ടി കാണുകയായിരുന്നു. അതുകൊണ്ടാണ് ഗവർണർക്ക് മുൻപേ രാഷ്ട്രപതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കുന്നു, ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് കത്തയച്ചത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സൂചന നൽകിയിരുന്നു. പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും മാത്രമല്ല രാഷ്ട്രപതിക്കും കത്തയക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കാൻ ഗവർണർ മുൻകൈയെടുക്കുന്നു. പ്രോട്ടോകോൾ നിരന്തരം ലംഘിച്ചുകൊണ്ട് ഗവർണർ തെരുവിലിറങ്ങി നടക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കാൻ ഇടയാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെയും ആശങ്ക, ആക്ഷേപം. അത് വ്യക്തമായിക്കൊണ്ടാണ് ഗവർണർ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് അയച്ചത്. എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. ഇനി ഇക്കാര്യത്തിൽ ഗവർണറുടെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാകും. എങ്ങനെയാണ് ഗവർണർ ഈ കത്തിന് മറുപടി നൽകുക? എന്താണ് സ്വാഭാവികമായും ഗവർണർക്കെതിരെ നീക്കം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമെന്ന് സർക്കാർ കരുതുന്നില്ലെങ്കിലും ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നാൽ, സുപ്രീം കോടതി അടക്കം പോകേണ്ടി വന്നാൽ ഇത്തരമൊരു കത്ത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് സർക്കാർ കരുതുന്നു. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു കത്തയച്ചിരിക്കുന്നത്. ഏതായാലും ഗവർണറുടെ ഭാഗത്ത് കൂടുതൽ കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്, ഒരുപക്ഷെ സംസ്ഥാനം മുമ്പെങ്കും കണ്ടാ തരത്തിലേക്ക് ഒരു ഗവർണർക്കെതിരെ ഒരു മുഖ്യമന്ത്രി അതൃപ്തി പരസ്യമാക്കുകയാണ് ചെയ്തത്. അത് ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പ്രതിപക്ഷം സഭയിൽ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിനെ സർക്കാർ അന്ന് എതിർത്തിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഗവർണറുടെ നീക്കങ്ങൾ സർക്കാരിന് നിരന്തരം തിരിച്ചടിയാകുന്നു, തലവേദനയാകുന്നു. സംസ്ഥാനത്തെ ഭരണത്തെ തന്നെ ഇല്ലാതാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന ബോധ്യം സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഗവർണർക്കെതിരെ ഇത്തരമൊരു കത്തയക്കുമ്പോൾ സ്വാഭാവികമായും അത് ഗവർണറെ വേണ്ട എന്ന ഈ ഗവർണർ വേണ്ട എന്ന സംസ്ഥാന സർക്കാർ നിലപാട് കൂടിയായി അത് വ്യാഖ്യാനിക്കപ്പെടും. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ഈ കത്തിൽ ആവശ്യപ്പെടുന്ന സൂചനകളിലെങ്കിൽ പോലും അത്തരമൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വിവിയുടെ റിപ്പോർട്ടാണ് കണ്ടത്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി. നാട്ടിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഗവർണർ നല്ല ശ്രമം നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. ഗവർണറുടെ കെണിയിൽ SFI വീഴാത്തത് അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച്
സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. അതിലൂടെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ ഇനി പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതെല്ലാമായിട്ടോ ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു. അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ലീഗ് അംഗങ്ങളും ഇടതംഗങ്ങളും തമ്മിൽ കയ്യാങ്കളി. ലീഗ് അംഗങ്ങൾ ഡയസിൽ കയറി വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അജണ്ടകൾ ചർച്ച ചെയ്യാതെ പാസാക്കിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ സെനറ്റ് യോഗം അവസാനിപ്പിച്ചു. അജണ്ടകൾ ചർച്ചയില്ലാതെ സെനറ്റ് പാസാക്കുകയും ചെയ്തു. VC വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് P. അബ്ദുൽ ഹമീദ് ആരോപിച്ചു. SFI പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് BJP അനുകൂല അംഗങ്ങൾക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ പത്മശ്രീ ജേതാവ് ബാലൻ പുതേരി അടക്കം പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വ്യക്തിപരമായി വിരോധമല്ല, ഗവർണറുടെ രാഷ്ട്രീയ തീരുമാനമായതിനാൽ കയറ്റിവിടാനാവില്ല എന്നായിരുന്നു SFIയുടെ നിലപാട്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനായി BJP അനുകൂല സെനറ്റ് അംഗങ്ങൾ സെനറ്റ് ഹൌസിന് സമീപം എത്തിയപ്പോൾ തന്നെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്തെത്തി. വ്യക്തിപരമായല്ല, മറിച്ച് രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തു എന്ന സാഹചര്യത്തിൽ സംഘപരിവാർ അനുകൂലികളെ സെനറ്റിനുള്ളിലേക്ക് കടത്താൻ കഴിയില്ല എന്ന നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് SFI പ്രവർത്തകർ അറിയിച്ചു. പിന്നീട് ഓരോ പ്രവർത്തകരായി ഓരോ സെനറ്റ് അംഗങ്ങളായി സ്ഥലത്തെത്തി ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും UDFന്റെയും ഇടതുപക്ഷ അനുകൂല സംഘടനാ പ്രതിനിധികളും ഒക്കെ എത്തിയെങ്കിലും അവരെ ആരെയും SFI പ്രവർത്തകർ തടഞ്ഞില്ല. അവർ സെനറ്റ് യോഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഏതാണ്ട് അരമണിക്കൂറോളം പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തി. ഒടുവിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 10:45 ആയപ്പോഴേക്കും മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. എന്നാൽ ആ സമയത്തേക്കും സെനറ്റ് യോഗം അവസാനിപ്പിച്ച് നേരത്തെ സെനറ്റ് ഹാളിലേക്ക് പോയ അംഗങ്ങൾ താഴേക്ക് എത്തുകയായിരുന്നു. വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിലും നടന്നത്. കാര്യമായ ചർച്ചകൾ ഇല്ലാതെ അജണ്ടകൾ പാസ്സാക്കുന്നുവെന്ന് ആരോപിച്ച് സെനറ്റ് യോഗത്തിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അംഗങ്ങൾ രംഗത്തെത്തി. ഇതേ തുടർന്ന് യോഗം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു. വൈസ് ചാൻസലറുടെ ഡയസിന് സമീപം എത്തിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വൈസ് ചാൻസലറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇടത് അനുകൂല സെനറ്റ് അംഗങ്ങൾ തങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ലീഗ് അംഗങ്ങൾ പറയുന്നത്. യാതൊരു വിഷയങ്ങളും കാര്യമായ ചർച്ചകൾ സെനറ്റിൽ നടന്നില്ല. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പാസാക്കാൻ അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ചു. എന്തായാലും 40 മിനിറ്റിനുള്ളിൽ സെനറ്റ് യോഗം കഴിഞ്ഞ് അംഗങ്ങൾ താഴേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് പ്രവർത്തകരെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്തെങ്കിൽ പോലും ഈ BJP അനുകൂല സെനറ്റ് അംഗങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പിന്നീട് വൈസ് ചാൻസലറുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പോലീസ് കാര്യക്ഷമമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വന്നതെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നും
സെനറ്റ് അംഗങ്ങൾ പറയുകയും ചെയ്തു. വൈസ് ചാൻസലറെ UDF അംഗങ്ങൾ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് സർവകലാശാലയിലെ അധ്യാപകരും ജീവനക്കാരും അടക്കുന്ന സംഘടന പ്രതിഷേധം നടത്തുകയും ചെയ്തു. എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. സെനറ്റ് അംഗങ്ങൾ പൂർണ്ണമായും ക്യാമ്പസിൽ നിന്നും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരെ ഇന്നും കരിങ്കൊടി പ്രതിഷേധം. തോന്നയ്ക്കൽ, ചെമ്പകമംഗലത്തും ആറ്റിങ്ങലിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി കരിങ്കൊടി കാട്ടി. ചെമ്പകമംഗലത്ത് 4 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 2 കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പന്തളം NSS കോളേജിൽ SFI ABVP പ്രവർത്തകർ ഏറ്റുമുട്ടി 7 പേർക്ക് പരിക്കേറ്റു. ക്രിസ്മസ് ആഘോഷത്തിനിടയിലായിരുന്നു സംഘർഷം. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, എന്താണ് സംഘർഷത്തിലേക്ക് നയിച്ചത്? പന്തളം NSS കോളേജിൽ SFI ABVP പ്രവർത്തകർ ഏറ്റുമുട്ടി 7 പേർക്ക് പരിക്കേറ്റു. ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത് എന്നാണ് വിവരം. എന്നാണെങ്കിലും നിലവിൽ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി